കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു മീൻ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. എല്ലാവർക്കും മീനൊക്കെ ഫ്രൈ ഉണ്ടാക്കാൻ അറിയാം, എന്നിട്ടാണോ എന്നൊന്നും വിചാരിക്കേണ്ട. അടിപൊളി കൂട്ടിലാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിനായിട്ട് തിലോപ്പിയ അല്ലെങ്കിൽ ഫിലോപ്പിയ എന്നൊക്കെ പറയുന്ന മീനില്ലേ, ഡാമ മീൻ, ആ മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളൊക്കെ ഈ മീനിന് എന്താ പേര് പറയാം? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് അഭിപ്രായം കൂടി പറയണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. നല്ല ടേസ്റ്റിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കൂ. ഇനി നമുക്ക് മീൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് 2 തിലോപ്പിയ മീൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ നല്ല ഫ്ലഷുള്ള മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. മാർക്കറ്റിൽ നിന്ന് വാങ്ങിയപ്പോൾ തന്നെ തലയും ചിറകൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചെതുമ്പലെല്ലാം വരണ്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. തലയുടെ കുറച്ച് ഭാഗമൊക്കെ കളഞ്ഞ് ചിറകെല്ലാം വെട്ടി മാറ്റി കഴുകിയെടുത്ത് ഒന്ന് ആഴത്തിൽ വരഞ്ഞു കൊടുക്കണം. നല്ല കട്ടിയുള്ളത് കാരണം നല്ല ആഴത്തിലാണ് ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. എന്നാലേ നമ്മളെ മസാലക്കൂട്ടൊക്കെ പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ. 2 മീനാണ് എടുത്തിട്ടുള്ളത്, കണ്ടില്ലേ നിങ്ങൾ? അതിനുള്ള കൂട്ടുകളാണിത്. ഇനി 4-5 ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ സ്പൂൺ പെരിഞ്ജീരകം കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. പെരിഞ്ജീരകം തന്നെ ചേർക്കണം. പിന്നെ ഒരു ഉണക്കമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇനി വേണ്ടത് കുരുമുളകാണ്. വലിയ കുരുമുളക് ഉണക്കിയത് കഴുകി വൃത്തിയാക്കി ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പൊടികളാണ് കേട്ടോ. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം, കൂടുതൽ വേണ്ട, ഇതിൻ്റെ ഫ്ലേവർ അധികം ഒന്നും നിൽക്കണ്ട. ഇനി വേണ്ടത് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. എരിവൊക്കെ ഓരോരോ ഇഷ്ടത്തിനിടാം, എന്നാലും കൂടുതൽ മുളകിൻ്റെ എരിവൊന്നും വേണ്ട. മീനിൻ്റെ ടേസ്റ്റ് കിട്ടാൻ അധികം മുളക് പൊടിയും മസാലയൊന്നും വേണ്ട കേട്ടോ. എരിവ് കുറവുള്ള മുളകായ കാരണം 1 സ്പൂൺ സാധാരണ മുളക് പൊടിയും 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ചേർത്തത്. ഇനി നിർബന്ധമായിട്ടും ചേർക്കേണ്ടത് ഒരു ചെറിയ സ്പൂൺ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നിർബന്ധമായിട്ടൊന്ന് ചേർത്തോളൂ, ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്താൽ ഇനി നമുക്ക് അല്പം പുളി ചേർത്ത് കൊടുക്കാം. ഏത് പുളി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. വാളംപുളിയുടെ ജ്യൂസോ പിന്നെ വിനാഗിരിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഒരു ചെറിയ ഒരു നാരങ്ങയുടെ പകുതി ഭാഗമാണ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ജ്യൂസ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അങ്ങനെ വേണമെന്നൊന്നുമില്ല, എന്നാലും അത്യാവശ്യം പുളിയൊക്കെ ചേർക്കാം കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. വാളംപുളിയുടെ ജ്യൂസും ചേർക്കാം. അല്പം വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് വേണം കേട്ടോ. തെരുതെരിപ്പൊന്നുമില്ലാതെ അരച്ചെടുത്തിട്ട് മീനിലേക്ക് തേച്ച് കൊടുക്കാം. നൈസായിട്ട് തന്നെ അരച്ചാലേ മീനിലേക്കൊക്കെ പിടിക്കുകയുള്ളൂ. നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. 2 ഭാഗവും വരയുടെ ഉള്ളിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് കൊടുക്കാം കേട്ടോ. കൂടുതൽ മസാല ഇങ്ങ് പൊത്തേണ്ട ആവശ്യമില്ല. എനിക്ക് പേസ്റ്റാക്കിയത് അല്പം കൂടിപ്പോയി, അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് എടുക്കാമെന്ന് പിന്നെ മനസ്സിലായി കേട്ടോ. ഇത്രയ്ക്കും വേണ്ടാന്നുള്ളത്. കൂടുതൽ മസാല ചേർത്താൽ മീനിൻ്റെ ഫ്ലേവറേ തോന്നില്ല. ഇനി ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അല്പം കറിവേപ്പില ഇട്ടിട്ട് മീനൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 ഭാഗവും ഒന്ന് മറിച്ചിടാം. കൂടുതൽ എണ്ണയിൽ വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ ഞാനിങ്ങനെ ഷാലോ ഫ്രൈ ആണ് മീനിന് ചെയ്യാറ്. ഇതായിരിക്കുമല്ലോ നമുക്ക് എപ്പോഴും നല്ലത്. അടിപൊളി ടേസ്റ്റിലുള്ള മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.